പ്രശാന്തിന്റെ പ്രകടനം മികച്ച ഇതെല്ലാം നിങ്ങൾ പ്രശാന്ത് ഫാൻസ് ആണ് ഇവിടെ ഉള്ളവരെല്ലാവരും. അപ്പോഴേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് ഈ നിലവിലുള്ള എംഎൽഎക്ക് എത്ര വികസന പദ്ധതികൾ മുന്നോട്ട് വെക്കാറുണ്ടെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിലവിൽ സർക്കാരിനെതിരായ ഒരു വികാരമുണ്ടെങ്കിൽ അതുകൂടി പ്രതിഫലിക്കുന്നതാവില്ലേ തെരഞ്ഞെടുപ്പ്? അത് ഇവിടുത്തെ ഇടതുമുന്നണിയുടെ സാധ്യതയൊക്കെ ബാധിക്കില്ലേ? സർക്കാരിനെ വിലയിരുത്തുന്നത് സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ വിലയിരുത്തുന്നത് ഈ പറഞ്ഞതുപോലെ വികസനത്തിന്റെ കാര്യത്തിൽ തന്നെയാണ്. ഈ മറ്റ് വിവാദങ്ങളെല്ലാം കുറെ മാധ്യമങ്ങളും അതുപോലുള്ള ആളുകൾ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ UDF ആയാലും BJP ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ വിവാദങ്ങൾക്കകത്തുള്ളൂ. അല്ലാതെ പൊതുവിൽ സർക്കാരിനെതിരായ ഒരു വികാരവും നമുക്ക് ജനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടുന്നില്ല. കാരണം എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലത്തിനകത്ത് ചെയ്തൊരു സർക്കാരാണ്. അപ്പൊ സ്വാഭാവികമായും അവിടെയും ചർച്ചയാകുന്നത് വികസനമാണ്, വട്ടിയൂർക്കാവിലും ചർച്ചയാകുന്നത് വികസനമാണ്. ആ വികസനം തന്നെ ആയിരിക്കും പൊതുവിൽ. 4 സീറ്റിൽ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ വാർഡുകളിലും 4 സീറ്റിൽ LDF ഒതുങ്ങിപ്പോയത് ഒരു സർക്കാർ പ്രശ്നമില്ലെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു അവമതിപ്പില്ല, എന്തുകൊണ്ട് 4 വാർഡ് ഒതുങ്ങിപ്പോയി? അത് ഈ 4 വാർഡ് പൊതുവെ ഉള്ള മറ്റ് വാർഡുകളെല്ലാം ഈ BJP പിടിച്ച വാർഡുകൾ പരിശോധിച്ചാലും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു വട്ടിയൂർക്കാവിൽ 4 വാർഡുകളിലേക്ക് ഒതുങ്ങാനുണ്ടായ സാഹചര്യം. നിങ്ങൾ വട്ടിയൂർക്കാവിൽ തൊട്ടടുത്ത് നമ്മുടെ അയൽവക്കത്തുള്ള കേശവാസുരം വാർഡ് പരിശോധിച്ച് നോക്കിയാൽ മതി. BJP പിടിച്ചത് 1000-ൽ താഴെ വോട്ടാണ്. BJPക്ക് വലിയ ശക്തിയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് വട്ടിയൂർക്കാവ്. BJP 1000-ൽ താഴെ വോട്ട് പിടിച്ച സ്ഥലങ്ങളിലാണ് കോൺഗ്രസ് ജയിച്ചത്. തിരിച്ച് കോൺഗ്രസ് അതേപോലെ കുറച്ച് വോട്ട് പിടിച്ചെടുത്താണ് BJP ജയിച്ചത്. അത് മാത്രം പരിശോധിച്ചാൽ വയ്ക്കാതെ നമുക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നമ്മൾ പട്ടം നിവാസികളാണ്. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു കഴിഞ്ഞ 2 പ്രളയത്തിൽ ഈ മുറിഞ്ഞപാലം മുതൽ കണ്ണമ്മൂല വരെയുള്ള വീട്ടിലെല്ലാം വെള്ളം കയറുന്ന സാഹചര്യമായിരുന്നു. ഇപ്പൊ തുടർച്ചയായി മഴ പെയ്തിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് നടന്നുപോയി നോക്കിയാൽ ഉള്ളൂർ തോടിന്റെ ശുചീകരണവും നവീകരണവും കാണാൻ പറ്റും. അതേപോലെ ഇവിടെ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് നമ്മളെല്ലാവരും. ഈ പ്രദേശത്ത് വലിയ പ്രതിസന്ധിയായിരുന്നു 50 കൊല്ലത്തോളമായ ഡ്രെയിനേജിന്റെ ഇഷ്യൂ. കണ്ണമ്മൂല മുതൽ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും, കണ്ണമ്മൂല മുതൽ അങ്ങോട്ടുള്ള ഈ മുറിഞ്ഞപാലം മുതൽ അങ്ങോട്ടുള്ള ഡ്രെയിനേജ് ഇഷ്യൂ അത് പരിഹരിക്കാൻ MLAക്ക് കഴിഞ്ഞു. MLA കൌൺസിലർ മേയർ സ്ഥാനത്തിൽ നിന്ന് ഇവിടെ മത്സരിക്കാൻ വരുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ കൊടുത്ത 2 ഡിമാൻഡുകളായിരുന്നു നമ്മുടെ പ്രദേശത്ത്. ആ 2 ഡിമാൻഡുകളും ഏറ്റവും നന്നായി നിറവേറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും. അത് ശരിയല്ലേ? കാരണം ഒരു MLA വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ചോദ്യം ചെയ്യാനുള്ള അവസരങ്ങൾ കുറഞ്ഞു പോയിട്ടില്ലേ? MLA മികച്ച പെർഫോമൻസ് ആയിരുന്നില്ലേ ഇവിടെ? പിന്നെ ആക്കുളം ബ്രിഡ്ജ്, കണ്ണാടിപ്പാലം, അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? മണ്ഡലത്തിലെ അല്ല, കാര്യമാണോ? അല്ലല്ലോ. ശരി, ഓക്കെ. മണ്ഡലത്തിലുള്ളതല്ലേ? പിന്നെ എനിക്കൊരു കാര്യം അവരോട് ചോദിക്കാനുള്ളത്, യുവാക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ MLA ചെയ്തതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്കറിയാമോ? എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ യുവാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തതായിട്ട് അറിയാമോ? പിന്നെ മുരളി സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെത് വികസനം എന്ന് പറയുന്നത് നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റും. ഫ്ലെക്സിലല്ല, നമുക്ക് തൊട്ട് കാണിച്ചു തരാൻ പറ്റുന്നതാണ്. നമുക്ക് അതാണ് നമ്മുടെ കോൺഫിഡന്റ് എന്ന് പറയുന്നത്. തൊട്ട് കാണിച്ചു തരാൻ പറ്റുന്ന വികസനങ്ങളാണ് സാർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയും വന്നാൽ സാർ ഇതിനേക്കാളും നല്ല വികസനം കാണും. വട്ടിയൂർക്കാവിന്റെ അവസ്ഥ എന്താ? പൊളിച്ചിടുക എന്നതാണോ വികസനം? ഒരിടത്ത് ഇടിച്ചു പൊളിക്കുക എന്ന് മാത്രമാണോ? പൊളിച്ചിടുകയാണോ വികസനമെങ്കിൽ കൊണ്ട് DACPക്ക് പൊളിച്ചിടാമല്ല. പക്ഷെ അത് പറയട്ടെ ചേട്ടാ, പിന്നെ ഇടിച്ചു പൊളിച്ചിടുന്നതാണോ വികസനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് ഈ 8 വർഷം പോരെ ഒരാൾക്ക് ഈ വികസനം ഒന്ന് നേരെയാക്കി എടുക്കാൻ? 8 വർഷം കൊണ്ട് ചെയ്യാത്ത എന്താണ് ഇനി വന്ന ചെയ്യാൻ പോകുന്നത്? ഏതാണെന്നൊന്ന് കാണിച്ചു തരാം. അല്ല, അവര് ചോദിക്കുന്നേ ചന്ദ്രശേഖരൻ പാലം, ഇതെല്ലാം മുരളിക്കാരനെതിരായിരുന്നു. അതിനുശേഷം അതല്ല മരുതകുഴി പാലം, കുണ്ടമക്കുട പാലം, അതെല്ലാം മുരളീധരൻ കൊണ്ടുവന്നാണ്. അല്ല, അവിടെ ഒരു ചോദ്യം, നിങ്ങളുടെ കാര്യം തന്നെ ചോദിക്കാം. അങ്ങനെ ഒരു കാര്യമുള്ളത്, ഇതൊക്കെ പറയുമ്പോഴും ഈ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ പ്രശാന്ത് ഉള്ള സ്ഥലത്തുമാണ് കോർപ്പറേഷനിൽ ഒരു വലിയ തിരിച്ചടി ഉണ്ടായത്. അതിന്റെ കാരണം പരിശോധിക്കപ്പെടേണ്ടതല്ലേ? എന്തോ ഒരു ജനവികാരം ഈ പ്രശാന്തിനെതിരെയും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നതല്ലേ ആ തെളിവ്? അവിടെ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളാണ്. ഇവർ തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗത്താണ് ഇപ്രാവശ്യം കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഈ സീറ്റുകളെല്ലാം, കുറച്ച് സീറ്റുകൾ അവർക്ക് ലഭ്യമായത്. അല്ലാതെ നഗരസഭയിൽ അവർക്ക് പണ്ട് 35 സീറ്റ് ഉണ്ടായിരുന്നതാണ്. നേരിയ വർധനവല്ലേ ഉണ്ടായിട്ടുള്ളൂ. അത് ഇപ്രാവശ്യം സീറ്റ് പിടിക്കാൻ പറ്റി എന്നുള്ളതല്ലാതെ അത് UDFും
അതായത് UDF-ഉം BJP-യും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ചില സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. ഒത്തുകളി അല്ലാതെ ഇനി ഉണ്ടാവില്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒത്തുകളി ഉണ്ടാവില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് ഒത്തുകളി അവർ തമ്മിലുണ്ടാകും. പ്രശാന്ത് ഇപ്പൊ തന്നെ ഒരു ആരോപണം വന്നല്ലോ, കോൺഗ്രസ് തന്നെ പറയുമല്ലേ BJP കൌൺസിലർമാര് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് രാത്രി കോൺഗ്രസുകാരും പ്രവർത്തിക്കുന്നുണ്ട്. കാര്യം എല്ലാവർക്കും പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിക്കുന്ന VK പ്രശാന്ത്. അതിൽ കോൺഗ്രസും BJP-യും രഹസ്യമായിട്ട് ഞങ്ങളെ സഹായിക്കും. സഹായിക്കും. ശരിക്കും ഡീലാണോ? നല്ലൊരു കോൺഗ്രസ്സുകാർ ഒരിക്കലും നിങ്ങളെ സഹായിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കില്ല. പ്രസ്ഥാനത്ത് നെഞ്ചോട് ചേർക്കുന്ന ഒരു കോൺഗ്രസ്സുകാർ പോലും CPM-നെയോ BJP-യോ സഹായിക്കില്ല. പിന്നെ ഡീലെന്ന് പറയുന്നത് ഞങ്ങൾക്ക് കോൺഗ്രസിന് കിട്ടിയ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഇപ്പൊ സീറ്റ് കൂടുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ഇവരെ ഡീൽ ചെയ്യുമെന്ന് പറയുന്നതിനോട് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് സീറ്റ് കൂടുകയാണ് ചെയ്തത്. കമ്മ്യൂണിസ്റ്റിന്റെ സീറ്റ് കുറഞ്ഞു. അപ്പൊ ആരാണ് BJP-യെ ഡീൽ ചെയ്യുന്നത്? അതായത് കോൺഗ്രസിന്റെ സീറ്റ് കൂടി BJP-യുടെ കൂടി കുറഞ്ഞത് CPM-ന്റെ. അപ്പൊ എങ്ങനെ ഡീലാവുന്നത്? ഇടതുപക്ഷം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് തൊട്ടടുത്ത വാർഡായ കേശവസര വാർഡ് പരിശോധിക്കാം, മുട്ടട വാർഡ് പരിശോധിക്കാം. തൊട്ടടുത്താണ്, അയൽപക്കത്തുള്ള 2 വാർഡുകളാണ്. രണ്ട് വാർഡുകളിലും 900-ൽ താഴെ 1000-ൽ താഴെ വോട്ടാണ് BJP-ക്ക് കിട്ടിയിരിക്കുന്നത്. ആ 2 വാർഡ് കൃത്യമായിട്ട് കോൺഗ്രസ് ജയിച്ചു. അതുപോലെയാണ് കോൺഗ്രസിന്റെ എല്ലാ വിജയങ്ങളും. എനിക്ക് ഒരു കാര്യം കൂടി മുരളീധരനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ, മുരളീധരന്റെ സ്വന്തം നാടെന്നാണ് പറയണത്. പക്ഷെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, മുരളീധരൻ ഇല്ലാത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലാതെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 20 വർഷമായി കേരളത്തിൽ നടക്കുന്നുണ്ടോ? അത് ഒരിക്കൽ വട്ടിയൂർക്കാവിൽ 2 പ്രാവശ്യം മത്സരിക്കുന്നു, അവിടെ നിന്ന് നേരെ വടകര പോകുന്നു, അവിടെ നിന്ന് നേരെ തിരിച്ച് നേമത്ത് വരുന്നു, നേമത്ത് നിന്ന് തിരിച്ച് തൃശ്ശൂർ പോകുന്നു, തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് വട്ടിയൂർക്കാവ്. സ്ഥാനാർത്ഥികളെ പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിടും. വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണോ എല്ലായിടത്തും കഴിവുള്ള മുരളി? അല്ല ഈ കോർപ്പറേഷനിൽ കൂടി മത്സരിക്കും. അല്ല ഈ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് ഫലം ഈ വട്ടിയൂർക്കാവിൽ ഏതെങ്കിലും രീതിയിൽ പ്രതിഫലിക്കുമോ? അതിന് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് 9 സീറ്റ് വിരുദ്ധ വികാരമൊക്കെ ജനങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ട് സ്വയം സ്വർണം കെട്ടത് ആരാണെന്നൊക്കെ ജനങ്ങൾക്കറിയാം. സ്വർണം കെട്ടത് പിന്നെ ഈ ആശുപത്രി ആരോഗ്യ മേഖല ICയിലാണ്, വെന്റിലേറ്റർ ഇപ്പൊ മോർച്ചറിയിലാണ്. ഐസിയിൽ തീപിടിച്ച് 5 പേരാണ് മരിച്ചത്. എന്നിട്ട് ഇവർ ഇത് ഒളിച്ചു വെച്ചിട്ട് ഇവർ പറഞ്ഞത് എന്താണ്? അവിടെ ഒരു കുഴപ്പമില്ല, ICയിൽ തീ പിടിച്ചു, അത് കഴിഞ്ഞ ഉടനെ അവിടെ 5 പേര് മരിച്ചു. ഇതൊക്കെ ഇവരുടെ ആരോഗ്യ മേഖല നമ്പർ 1 ആയതുകൊണ്ടാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.